വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി എത്തുകയാണ്. 2025 എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വർഷമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി സംഭവവികാസങ്ങൾ കടന്നുപോയൊരു വർഷം കൂടിയായിരിക്കും എല്ലാവർക്കും 2025. ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് പിടിയും വറുത്തരച്ച കോഴിക്കറിയും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് പിടിയും വറുത്തരച്ച കോഴിക്കറിയുമാണ്. ആദ്യമായി നമുക്ക് പിടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ളത് ഒരു 2.5 കപ്പ് വറുത്ത അരിപ്പൊടിയുണ്ട്, തേങ്ങായ, ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇവയാണ്. ഇത് 1 കപ്പ് തേങ്ങയുണ്ട്. 1 കപ്പ് തേങ്ങ നമ്മൾ മിക്സിയിലേക്ക് ഇടുകയാണ്. അതിനോടൊപ്പം ഒരു സ്പൂണോളം ജീരകം, ചെറിയ ജീരകമാണ്, 2 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി. ഇത്ര നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വരാം. ചതച്ചെടുത്തത് നമ്മൾ ഈ അരിമാവിലേക്ക് ചേർക്കുകയാണ്. 2 സ്പൂൺ വെള്ളവും കൂടെ നമ്മൾ ആ കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കുകയാണ്. തേങ്ങ എന്തോരം കൂടുതൽ ചേർത്തോ അത്രയും പിടിക്ക് രുചി കൂടുതലായിരിക്കും. 2 തുള്ളി വെള്ളവും കൂടെ ചേർത്ത്, വറുത്ത പൊടി ആയതുകൊണ്ട് 1 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് കൈകൊണ്ട് തിരുമ്മി തട്ടിപ്പൊത്തി വയ്ക്കാം. ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇതൊരു 1.5 കിലോ ചിക്കൻ ഉണ്ട്. ഈ ചിക്കൻ നമുക്ക് ഒന്ന് ലൈറ്റായിട്ട് മാഗ്നേറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, ലൈറ്റായിട്ടുള്ളൊരു മസാല മതി നമുക്ക്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി. ഇത്ര നമുക്ക് പിഴിഞ്ഞ് ഈ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് അത്തേലെല്ലാം തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി മാഗ്നേറ്റ് ചെയ്യാം. ഇത് നമുക്ക് തിരുമ്മി ഒരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മളിപ്പം പിടിക്ക് വേണ്ടത് തേങ്ങയും ജീരകവും ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് തിരുമ്മി വെച്ചിരുന്നു. അതോടൊപ്പം ചിക്കന് വേണ്ട സാധനങ്ങൾ ചെറുതായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പിടിക്ക് വെച്ച മാവ് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ആ തിരുമ്മി വെച്ച മാവ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്ക് ഫ്ലെയിം ഓണാക്കി പാത്രം അടുപ്പത്ത് വയ്ക്കാം. നമ്മൾ ആദ്യമേ തിരുമ്മി വെച്ച അരിപ്പൊടിയ, ജീരകം, തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ ചേർന്ന് മിക്സ് ഇതിനകത്തേക്കിട്ട് നമുക്ക് ചെറു തീയിലൊന്ന് ചൂടാക്കിയെടുക്കാം. അവലോസ് പൊടിക്കൊക്കെ വറുക്കുകയല്ലേ അതുപോലെ, പക്ഷെ അത്ര മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് നല്ലപോലെ നാവി വരത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതീയിൽ ഇത് കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ നമുക്കിത് പാത്രത്തിൻ്റെ അടി പിടിക്കുവേ. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ തീ കൂട്ടിയിട്ട് വറുത്ത് കഴിഞ്ഞാൽ. പിടിയെന്ന് പറയുന്നത് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്, എന്നാലും ഇച്ചിരി മെനക്കേടുള്ളൊരു പരിപാടിയാണ്. ഇതിൻ്റെ ഉണ്ട ഉരുട്ടുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി സമയമെടുക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ കഴിക്കാൻ വളരെ രുചികരമായ ഒരു വിഭവം കൂടിയാണ് പിടിയും വറുത്തരച്ച കോഴിക്കറിയും. ഇപ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് ആവി കയറി വറുത്തിട്ടുണ്ട്. ഇത്ര മതിയേ. ഇനി കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാറിപ്പോകും. നമുക്ക് തീ ഓഫ് ചെയ്യാവേ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ചെറുതായിട്ടൊന്ന് ആറി കൊടുക്കുക. ഈ പാത്രത്തിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ വറവാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇപ്പോൾ പിടിക്ക് വേണ്ട സാധനം വറുത്ത് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് വറുത്തരച്ച കോഴിക്കറിക്കുള്ള തേങ്ങ നല്ലപോലെ വറുത്തെടുക്കാം. നമുക്ക് വറുത്തരയ്ക്കാൻ ആവശ്യമായിട്ട് തേങ്ങായ, 2-3 വെളുത്തുള്ളി നടുവേ കീറിയത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 ഏലക്കായ, ഇച്ചിരി പെരിഞ്ചീരകം, 3-4 വറ്റൽമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, വെളിച്ചെണ്ണ. തേങ്ങ ആവശ്യത്തിന് മൂത്ത് കഴിയുമ്പോൾ ഈ മസാലയായിട്ട് ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയും കൂടെ ചേർത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ആദ്യം നമുക്കൊരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം നമുക്ക് ആദ്യമേ പെരിഞ്ചീരകം ഇട്ടൊന്ന് കടുക് പൊട്ടിക്കാം, മൂപ്പിക്കാം. പയ്യെ മൂത്ത് വരുമ്പം 2 കഷ്ണം വെളുത്തുള്ളി, നമ്മളരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി, 2-3 ഏലക്കായ ഇത്രയായിട്ട് പയ്യെ നമുക്കൊന്ന് മൂപ്പിക്കാം. 2 തണ്ട് കറിവേപ്പില, 3-4 വറ്റൽമുളക് ഇട്ട് ചെറുതീയിലൊന്ന് മൂപ്പിക്കാം. ഇതോടൊപ്പം 1.5 കപ്പ് തേങ്ങയും കൂടെ നമുക്ക് ഈ കൂടെ ഇടാം. എന്നിട്ട് നമുക്ക് ചെറുതീയിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം.
ഇത് നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ വരുന്നോടം വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പം ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യുവാണേ. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. നമ്മൾ തീ ഓഫ് ചെയ്തേക്കുവാണ്, അല്ലെങ്കിൽ പൊടിയെല്ലാം പെട്ടെന്ന് മൂത്ത് പോകും. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യും. തേങ്ങയുടെ ചൂടി കിടന്ന് തന്നെ ഈ പൊടികൾ നല്ലപോലെ മൂത്ത് വന്നോളും. തേങ്ങയുടെ ശരിക്കുള്ള മൂപ്പ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തേങ്ങ വെറുതെ നമ്മൾ ഇളക്കുമ്പോൾ ഇത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് തേങ്ങ മൂത്ത എന്നറിയാനുള്ള വഴി. അപ്പം മസാലയെല്ലാം നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി. ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി വയ്ക്കുന്നത്. എന്നിരുന്നാലും ഈ ചിക്കൻ ഇച്ചിരി കൂടെ ഒരു രുചികരമാകാൻ വേണ്ടി നമുക്കിതൊന്ന് പയ്യൊന്ന് തവ ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മളിപ്പോൾ ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ഒരു 2 സ്പൂൺ അല്ല 2.5 സ്പൂൺ എണ്ണ മതി. കാരണം ഒരു ഡീപ്പ് ഫ്രൈ അല്ല, ചെറുതായിട്ടൊന്ന് തവ ഫ്രൈ ചെയ്ത് നമ്മളെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് പെറുക്കിയിട്ട് ചെറുതായിട്ട് ഇട്ട് നമുക്കിതൊന്ന് തവ ഫ്രൈ ചെയ്തെടുക്കാവേ. ഈ ചിക്കന് നമുക്കിത് ഒത്തിരി മൂക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ചെറുതായിട്ട് ഒരു കളർ മാറി വരുന്നോടം വരെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒത്തിരി മൂത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആവും. നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ചിക്കനാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡായിട്ടുണ്ട്, നമുക്ക് മറു സൈഡ് എല്ലാം മറിച്ചിടാവേ. ചിക്കൻ്റെ 2 സൈഡും ഒരുപോലെ ആകാൻ വേണ്ടിയിട്ട്. ഇതിനകത്തെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി വരത്തക്ക രീതിയിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അതേസമയം ഒരു പകുതി കുക്കും ആയിക്കോളിയോ ഇതിനോടൊപ്പം തന്നെ കിടന്ന്. ഇത് വെള്ളം പറ്റി ചെറുതായിട്ട് വറുത്ത് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറിക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ചിക്കൻ ഈ തീയലാവുന്ന സമയത്ത് നമുക്ക് വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചിക്കൻ കറി, വറുത്തരച്ച ചിക്കൻ കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ഒരു 3-4 സ്പൂണ് എണ്ണ ഒഴിക്കാം. ചിക്കൻ കറിക്ക് ഇച്ചിരി എണ്ണ കൂടുതൽ ഇരുന്നോട്ടെ. പെരുംജീരകം ഇട്ടും. പെരുംജീരകം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഒപ്പം തന്നെ ഇച്ചിരി തേങ്ങാക്കൊത്ത് നീളത്തിലരിഞ്ഞ്, കട്ടി കുറച്ച് നീളത്തിലരിഞ്ഞ് തേങ്ങാക്കൊത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തരച്ച ചിക്കൻ കറിക്കകത്ത് ഈ തേങ്ങാക്കൊത്ത് ഇങ്ങനെ മൂത്തത് കഴിക്കാൻ നല്ല രുചിയാണ്. തേങ്ങാക്കൊത്ത് പയ്യെ പൊള്ളി തുടങ്ങിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളി, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കൊത്തിയരിഞ്ഞ ഇഞ്ചി, 2-3 പച്ചമുളക് ഇവയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പം നമുക്ക് ഈ ചിക്കൻ ആവശ്യത്തിന് വെന്ത പയ്യെ ഒരു ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാവേ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്ത് വരുന്നൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ആവശ്യത്തിന് മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വലിയ 2 സവോള ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. സവോള വേഗം വഴന്ന് വിടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ സവോള പെട്ടെന്ന് വഴന്ന് വരും. സവോള നല്ലപോലെ അത്യാവശ്യം ഒരു ചെറിയ ചുമപ്പ് കളർ വരുന്നോടം വരെ വഴറ്റട്ടെ. സവോള ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. പയ്യെ ഗോൾഡൻ ചുമപ്പ് കളറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളിടാവേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു 2-2.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അതുപോലെ മല്ലിപ്പൊടി ഒരു 2-2.5 സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയായിട്ട് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇനി എണ്ണയൊക്കെ പയ്യെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു വലിയ തക്കാളിക്ക് ഇത് കൂടുതലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ. ഇത് ഈ കൂടത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞു വരട്ടെ. ഇത് നമുക്ക് ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പയ്യെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തക്കാളിക്ക വെന്ത് ഈ കൂടത്തിൽ ഉടഞ്ഞു ചേർന്നോളും. നമുക്ക് മൂടി ഒന്ന് തുറന്ന് വെക്കാം. തക്കാളിക്കൊക്കെ ഒരു നല്ലപോലെ വഴന്ന് ഇട്ടുണ്ട്. നമുക്കിത് നല്ല
മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ മൂടി വയ്ക്കാം. ഇപ്പം വെള്ളം എല്ലാം പറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവനോടെയുള്ള 2-3 വറുത്തരച്ച കറിക്ക് ചെറിയുള്ളി ഭയങ്കര ടേസ്റ്റ് ആകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ കൂട്ടത്തിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം ചെറിയുള്ളി ഇട്ട ചെറിയ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ തവ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനില്ലേ, ഇതുണ്ട്, നല്ല സോഫ്റ്റാണ്. ഇത് ഇങ്ങനെ ഉടഞ്ഞു പോകും, ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. അതേസമയം നല്ല ജ്യൂസി സോഫ്റ്റാണ്. നമുക്ക് ഈ ചിക്കന് ഈ വഴന്ന് വെച്ചേക്കുന്ന കൂട്ടിലേക്ക് ഇടാം. നമ്മളിത് അതേപടി മൊത്തത്തോടെ ഇതിൻ്റെ അകത്തേക്ക് ഇടുവാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ചിക്കന് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, അത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. ചിക്കനും കൂടെ നമ്മൾ മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1-ാം പാല് 2-ാം പാല് എന്നുള്ള ഒരൊറ്റപ്പാൽ അത് ഇതിൻ്റെ അകത്തോട്ട് ഈ തേങ്ങാപ്പാൽ കിടന്ന് വേണം ഈ ചിക്കന് ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വേവാൻ. നമുക്കൊരിച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ കിടന്ന് ഈ ചിക്കൻ നല്ല നമുക്കൊന്ന് മൂടി വയ്ക്കാം. അന്നേരം തന്നെ ഈ തേങ്ങാപ്പാലിൻ്റെയും ഈ മസാലയുടെയും എല്ലാം കൂടെ രുചിയാണ് ഈ ചിക്കനിലേക്ക് ഇവിടെ പിടിക്കും. നമുക്ക് ഇതാവശ്യത്തിന് തേങ്ങാപ്പാൽ കിടന്ന് നന്നായിട്ട് ഇതുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്തരച്ചത് തേങ്ങ, മുളക് പൊടി, ഏലക്കായ, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ വറുത്തരച്ച് വെച്ചത് നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർക്കാം. ഇത് മുഴുവനും അങ്ങോട്ട് വറുത്തരപ്പെന്ന് പറയുന്നത് ഏറ്റവും രുചിയുള്ളത്. നമുക്കിത് മുഴുവനും തോണ്ടിയിടാം. എന്നിട്ട് നമുക്ക് മിക്സി കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സി കഴുകി അതും കൂടി ഇതിൻ്റെ അകത്ത് ഈ കറിയിലേക്ക് ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ചിക്കൻ നല്ല കുറുകിയ ചാറോടുകൂടി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ട് ഈ ചിക്കൻ കറി കണ്ടാൽ തന്നെ നമുക്ക് കൂട്ടാൻ തോന്നും. നല്ല മണം വരുന്നുണ്ട്. വറുത്തരപ്പൊടി അങ്ങ് ചേർത്തപ്പോഴത്തേനും നല്ല മണമാണ് വരുന്നത്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പ്, രുചി, മുളകെല്ലാം പാകമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. നമുക്ക് വയ്യ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് ഇത്തിരി കുരുമുളക് പൊടിയാണ്, ഇച്ചിരി ഗരം മസാലപ്പൊടിയാണ് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് മുകളിൽ ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതങ്ങ് മൂടി വയ്ക്കാം. നമുക്ക് വറുത്തരച്ച ചിക്കൻ കറി നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് പിടി ഉണ്ടാക്കാം. നമ്മൾ മുമ്പേ പൊടി നല്ലപോലെ ചെറുതായിട്ട് മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൽ കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഒരിച്ചിരി തേങ്ങ ചിരകിയത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഞെരടി അങ്ങിടുക. അതുപോലെ ഇച്ചിരി ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 തണ്ട് കറിവേപ്പില എടുത്ത് ചെറുതായിട്ട് മുറിച്ച് കൈ കൊണ്ട് ഞെരടി അങ്ങോട്ട് ഇട്ടാം. കറിവേപ്പിലയുടെ ഫ്ലേവർ എല്ലാം വെള്ളത്തിലേക്ക് നല്ലപോലെ. എപ്പോഴും ഉപ്പ് ഇച്ചിരി മുമ്പിൽ നിൽക്കണം, കാരണം നമുക്ക് അരിപ്പൊടിക്കൂടെ ഉണ്ട ഉപ്പ് ഈ വെള്ളത്തിലാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. തിളച്ച വെള്ളം നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടിയിലേക്ക് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചൂടോടെ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല കുഴച്ച് നല്ല മയത്തിൽ എടുക്കണം. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാവേ. ഇതിനകത്ത് നമുക്ക് 1 സ്പൂണ് നെയ്യും കൂടി ഇടും. അപ്പം നെയ്യ് ഇടുമ്പോൾ നമുക്ക് നല്ലൊരു രുചിയും നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടും. ചൂട് മാവായതുകൊണ്ട് നെയ്യ് ആ ചൂടോടെ പെട്ടെന്ന് അങ്ങോട്ട് ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് മെൽറ്റായിക്കോളും. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉരുള തീർക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെയൊക്കെ കൂട്ടി നമുക്ക് അത് ഉരുളെടുക്കാം. ഏറ്റവും ചെറിയ ഉണ്ടയാക്കുന്നതാണ് എപ്പോഴും രുചിയുള്ളത്. പണ്ട് വീട്ടിൽ വല്യമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ പിടി കിട്ടുമ്പോൾ ഞങ്ങൾ പിള്ളേരും അമ്മച്ചിയും ചാച്ചനും എല്ലാവരും ഇങ്ങനെ വട്ടത്തിലിരുന്ന് പിടി ഇങ്ങനെ ചെറുതായിട്ട് ഉരുട്ടിയിടുമായിരുന്നു. വല്യമ്മച്ചിക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് കട്ട പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് അരിപ്പൊടി ഇട്ട് വയ്യ ഒന്ന് ഇളക്കി കൊടുക്കാം. മുമ്പ് നമ്മൾ കുഴയ്ക്കാനെടുത്ത വെള്ളത്തിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് ഇപ്പം വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഉരുട്ടി വെച്ചേക്കുന്ന പിടി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പയ്യെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകാതെ പതുക്കെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഉണ്ടേയും വെള്ളത്തിനടി വരത്തക്ക രീതിയിൽ പയ്യൊന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ കൂടുതൽ തേങ്ങയുടെ 2-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം.
നമ്മളുണ്ടാക്കുന്ന പാൽപ്പിടിയല്ലേ, അപ്പം നല്ല തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഇട്ടാണ് ഈ പിടിയെ തേങ്ങാപ്പാൽ കിടന്ന് വേണം വെന്ത് വരാൻ. തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ പിടി ഇട്ടേക്കുന്നത്. നമുക്കൊരു മാക്സിമം 10 മിനിറ്റ് മതി ഈ പിടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഇടയ്ക്ക് ഇളന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഇന്ന് തിളയ്ക്കട്ടെ. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിത് പയ്യെ ഉടയാതെ അടിയിൽ നിന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഈ ചാറിനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഉണ്ടേക്കാലും ടേസ്റ്റ് ഈ ചാറിനാണ്. ഇപ്പം ഇത് വെന്ത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിപ്പോൾ ആവശ്യത്തിന് കുറുക്കലുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി അരിപ്പൊടി പച്ചവെള്ളത്തിൽ കലക്കി ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് കുറുക്കലാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. വെന്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം, ഇത് പാൽപ്പിടിയാണല്ലോ, അതുകൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നല്ല കട്ടിയുള്ള 1-ാം പാല് ഇതിൻ്റെ അകത്തേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയ പിടി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറിയും കൂടി കൂട്ടി ഒന്ന് പിടിക്കാം. ഇപ്പം നമ്മൾ രുചികരമായ പാൽപ്പിടിയും വറുത്തരച്ച കോഴിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്യണം. കോഴിക്കറി ആണെങ്കിലും വളരെ സ്പെഷ്യലാണ്. തവയിൽ നമ്മൾ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്ത കോഴിക്കറിയാണ്. സാധാ വറുത്തരച്ച കോഴിക്കറിയേക്കാളും അപാര ടേസ്റ്റാണ് ഈ കോഴിക്കറിക്ക്. അതുപോലെ പാൽപ്പിടിയാണ്, വെറും പടിയല്ല, തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ചേർത്തുള്ള പാൽപ്പിടിയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് എല്ലാവരും ഈ ക്രിസ്മസിന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.